ഹായ് ഫ്രണ്ട്സ്, ഇനി നമുക്ക് നോക്കാനുള്ളത് ഇന്ന് എടുക്കാൻ പോകുന്ന ക്ലാസ് എന്നുണ്ടെങ്കിൽ ബയോസ് കംപ്ലീറ്റ് OS ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഡെസ്ക്ടോപ്പ് ബ്ലാങ്ക് ആയിട്ടായിരിക്കുക. അപ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് സെറ്റിങ്സ്, അതിൻ്റെ ക്രിയേഷൻ, ഐക്കൺസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യണം. അത് റിലേറ്റഡ് പിന്നെ അതിൻ്റെ ഡ്രൈവേഴ്സ് ഇൻസ്റ്റാൾ ചെയ്യാൻ നോക്കണം, അതിൻ്റെ അപ്ഡേഷൻ നോക്കണം, അതേമാതിരി തന്നെ അതിൻ്റെ ആക്ടിവേഷന് കാര്യങ്ങൾ. അപ്പോൾ അത് റിലേറ്റഡാണ് നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്ന ക്ലാസ്. ഓക്കെ, ഈ ഒരു കണ്ടീഷനിൽ ഇങ്ങനെ സിസ്റ്റം ലോഡ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് കിട്ടേണ്ട ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ കുറച്ച് ഐക്കണാ ഫസ്റ്റ് വെക്കണ്ടേ. അപ്പൊ എന്താ ചെയ്യാ, പേഴ്സണലൈസ്ഡ് എടുക്കുക, ഇതില് സെറ്റിങ്സിൽ പോയിട്ട് തീംസിൽ പോവുക, ഡെസ്ക്ടോപ്പിൽ ഐക്കൺസ് പോയിട്ട് സെറ്റ് ആക്കി കൊടുക്കുക. ഇത് നമ്മളെ ബെസ്റ്റ് ആണ്, ചെയ്യേണ്ട ഫസ്റ്റ് പരിപാടിയാണ്. കാരണം എന്താ വെച്ചാൽ ഇത് ചെയ്തിട്ടില്ല അങ്ങനെ നമ്മള് ഈ കസ്റ്റമർക്ക് നമ്മളിത് ലാസ്റ്റ് ആണ് കാരണം നമുക്ക് ഓർമ്മയും കാര്യങ്ങളൊക്കെ വരിക. പിന്നെ നമ്മള് അവിടെ കസ്റ്റമർ ഇങ്ങനെ അവിടെ പോയതിനു ശേഷം നമ്മൾ വിളിക്കും, ആ സാധനം എവിടെയാന്ന് വെച്ചിട്ടുണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഈ ഇത്രയും കാര്യങ്ങൾ ഇവിടെ ഡെസ്ക്ടോപ്പിൽ വന്ന് കിടക്കും. ഇത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെറ്റിങ്സിൽ പോവുക, ആക്ടിവേഷൻ എന്താ സ്റ്റാറ്റസ് നോക്കുക. ഇവിടെ പോവാ, ആക്ടിവേഷൻ എന്താ സ്റ്റാറ്റസ്. അപ്പോ ആക്ടിവേഷന്റെ കാര്യം കണക്ട് ഇന്റർനെറ്റ് കണക്ട് ചെയ്യാൻ പറഞ്ഞത്. ഓക്കെ, നെറ്റുമായിട്ട് കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് ആക്ടിവേഷൻ ആവുന്ന അവർ പറയണത്. ഇവിടെ പോയിട്ട് നെറ്റ്വർക്ക് ഇപ്പൊ സാധനം കണക്ഷന് യെസ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സാധനം എന്താവും, ഇപ്പൊ നെറ്റ് കണക്റ്റഡ് ആവും. ഇവിടെ ഈ കണക്ഷൻ കണ്ടില്ലേ, ഇവിടെ ഇന്ത്യ മാർക്കറ്റ് ഇട്ടിട്ട് ഞാൻ എന്ത് ചെയ്ത് ഇവിടെ കണക്ഷൻ കൊടുക്കുക ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മളത് വൈഫൈ ഇല്ലാന്നുണ്ടെങ്കിൽ സാധനം എടുക്കാം. എന്ത് പറഞ്ഞു, ഇത് നേരെ ഒന്നുമില്ല, സെറ്റിങ്സിൽ പോവാ. സെറ്റിങ്സ് ഓക്കെ അല്ലേ? ഇനി സെറ്റിങ്സിൽ പോയിട്ടുണ്ടെങ്കിൽ ഇതേമാതിരി ഇവിടെ ഇത് കണ്ടില്ലേ, ഇങ്ങനെ കാണൂല, ഈ ബോക്സിലെ കാണാ. ഇവിടെ വിൻഡോസ് ആൻഡ് സെക്യൂരിറ്റി ഇവിടെ ക്ലിക്ക് ചെയ്യണ്. ആക്ടിവേഷൻ ഇല്ലേ, ആക്ടിവേഷനിൽ പോണ്. അപ്പൊ വിൻഡോസ് നോട്ട് ആക്ടിവേറ്റഡ് ആണ്. ഇപ്പൊ കുറച്ചുകൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്ടിവേഷൻ ആവും. ഓക്കെ, ഇതിങ്ങനെ എടുക്കും, വേറെ ഒന്നുമില്ല. അപ്പൊ നോട്ട് ആക്ടിവേറ്റഡ് ആണുള്ളത്. അപ്പൊ ഈ ഇതിൽ ഇത് അപ്ഡേറ്റ് ആയിട്ടില്ല, ഇതിൽ കുറച്ച് ഓൾഡ് ആണ് ഈ വിൻഡോസ്. ഇതൊന്ന് അപ്ഡേറ്റ് ആയി കഴിഞ്ഞാൽ ലേറ്റസ്റ്റില് സാധനങ്ങൾ കയറി. അതിന് മുന്നേ നമ്മൾ സെറ്റിങ്സിന്റെ പോലെ നിവർത്തില്ല. ഇവിടെ സെറ്റിങ്സിൽ പോവാ, ഇവിടെ വിൻഡോസ് ആൻഡ് സെക്യൂരിറ്റിയില് ആക്ടിവേഷന് ഓക്കെ അല്ലേ? അല്ല, നോട്ട് ആക്ടിവേറ്റഡ് ആണ് ഈ സംഭവം. എവിടുന്ന കിട്ടാന്ന് മനസ്സിലായില്ല. പിന്നെ അതേമാതിരി തന്നെ വിൻഡോസ് ഐക്കൺ ഉണ്ടെന്ന് എങ്ങനെയാ മനസ്സിലായില്ല. അപ്പൊ ഈ രണ്ട് സാധനമാണ് പ്രധാനമായിട്ട് നമുക്ക് ചെയ്യാനുള്ള മെത്തേഡ്. ഈ രണ്ട് സംഭവം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒന്നും ശ്രദ്ധിക്കണ്ട. അതില് ഡ്രൈവേഴ്സ് എടുത്തുകയാണെന്നാ ചോദ്യം. അഥവാ ഡിവൈസ് മാനേജർ പോകുന്നത് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എടുക്കുക. അതേമാതിരി തന്നെ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡിവൈസ് മാനേജർ കിട്ടും. ഉണ്ടല്ലേ, ഇവിടെയും കിട്ടും ഡിവൈസ് മാനേജർ. അപ്പൊ ഡിവൈസ് മാനേജർ എടുത്തുന്ന ഇവിടെ നോക്കുന്ന സമയത്ത് നമുക്ക് ഡെസ്ക്ടോപ്പിന്റെ ഇതിന്റെ പേരും കാര്യങ്ങളും വരുന്നത്. ഇത് ഓഡിയോ ആണ് വരുന്നത്, ഇൻപുട്ട്. ഇത് ബാറ്ററി ആണ്, ഇത് ബ്ലൂടൂത്ത്, കമ്പ്യൂട്ടർ, ഡിസ്ക് എന്ന് പറഞ്ഞെങ്കിൽ ഹാർഡ് ഡിസ്ക്. കണ്ടില്ലേ, എങ്ങനെ ബാറ്ററി ബ്ലൂടൂത്ത് ഇതിന്റെ ഡ്രൈവറുകളാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഇതേമാതിരി കാണിക്കും. ഇത് എടുത്തുകണേ, ഡിറ്റക്ട് ആയിക്കണേ, അല്ലാന്നുണ്ടെങ്കിൽ ഇതേമാതിരി കാണിക്കും. പിന്നെ ഇതില് ഹാർഡ് ഡിസ്ക് കണ്ടില്ലേ, SSD സ്കാൻ. ഇത് നമ്മളെ ഇതാണ്, പെൻഡ്രൈവ് ആണ്. ഇത് നമ്മളെ ഹാർഡ് ഡിസ്ക് ആണ്. ST ആണല്ലേ, CGT നമ്മളെ ഹാർഡ് ഡിസ്ക് കണ്ടില്ലേ. ഇത് പിന്നെ ഡിസ്പ്ലേ അഡാപ്റ്റർ ആണ്. അഥവാ മൈക്രോസോഫ്റ്റിന്റെ ബേസിക്സ് ഡിസ്പ്ലേ ഇട്ടിരുന്നത്. അഥവാ അതിന്റെ ഗ്രാഫിക്സ് എടുത്തിട്ടില്ല എന്നാ പറഞ്ഞത്. ഗ്രാഫിക്സ് എടുത്തിട്ടില്ല അങ്ങനെ ആട്ടുന്ന സമയത്ത് നമുക്ക് ഇത് ലാഗ് ഉണ്ടോ, ഒരു ലാഗ് തോന്നുന്നുണ്ടോ. അപ്പൊ ഡിസ്പ്ലേ എടുത്തുക്കണോ ഇല്ല എന്ന് പറയണെങ്കിൽ ഇത് നമ്മൾ എടുത്തുകണെന്നുണ്ടെങ്കിൽ ഇത് രണ്ടാട്ടിക്കണമെങ്കിൽ ലാഗ് ഉണ്ടാവില്ല. ഇതിങ്ങനെ നമ്മൾ ആണും പൂർണ്ണമായി തോന്നില്ലേ, ആ ഒരു വിഷയം ഉണ്ടാവില്ല ഡിസ്പ്ലേ എടുത്തുക്കുന്നുണ്ടെങ്കിൽ. അപ്പോൾ ഡിസ്പ്ലേ എടുത്തുകണമെങ്കിൽ ഡിസ്പ്ലേ അഡാപ്റ്റർ ഇവിടെ എഴുതി കാണിക്കും ചെയ്യും ഡെല്ലിന്റെ എത്രയാന്നുള്ളത്. പിന്നെ അത് കാണുന്നത് ഹ്യൂമൻ ഇന്റർഫേസ്, അവിടെ IDE, SATA, ഇമേജിങ്ങില്. ഇത് നമ്മളെ ക്യാമറ അല്ലേ, ക്യാമറന്റെ ആളാണ്. ഇത് നമ്മൾ കാണുന്നത് എങ്ങനെ വെച്ചാൽ SATA HC കൺട്രോളർ റൈഡ് ആണെന്നുണ്ടെങ്കിൽ റൈഡ് ആയിട്ട് ഇവിടെ എഴുതി കാണിക്കും. HC ബയോസിന്റെ ഹ്യൂമൻ ഇന്റർഫേസ് എന്ന് പറഞ്ഞെങ്കിൽ നമ്മളെ ഇതൊക്കെ പെടും. ഏത് നമ്മളെ ടച്ച് പാഡ് കാര്യങ്ങളൊക്കെ, ആ റേഞ്ചില്ല. കീബോർഡ് വരുന്നുണ്ട്. പിന്നെ ഇതില് മൗസിന്റെ കൺട്രോളിങ് വരുന്നുണ്ട്. പിന്നെ മോണിറ്റർ, ഈ മോണിറ്റർ ആണ് വരുന്നത്. പിന്നെ ഇത് കഴിഞ്ഞാൽ പിന്നെ നെറ്റ്വർക്ക് ആണ്. നെറ്റ്വർക്കിൽ എങ്ങനെ വെച്ചാൽ മെയിൻ കൺട്രോൾ നെറ്റ്വർക്കിംഗ് എടുത്തിട്ടില്ല. ഇതിന്റെ അപ്ഡേഷൻ മസ്റ്റ് ആണ്.
ഡിവൈസ് ഇതിന്റെ മെയിൻ ലേറ്റസ്റ്റ് അപ്ഡേഷന് മസ്റ്റ് ആയിട്ടാണ് വരുന്നത്. അതുകൊണ്ടാണ് ഡ്രൈവർ പ്രോപ്പർ എടുത്തിട്ട് ഇതൊക്കെ എടുക്കണ്ടാവും. അപ്പൊ ഇങ്ങനെ എടുക്കും ഓരോരുത്തരിനെ. ഇപ്പൊ നെറ്റ്വർക്ക് ഇതിങ്ങനെ എടുക്കാണ്ടില്ലേ, എടുത്തത് ബേസിക്സ് ആണ് എടുത്തത്. റിയൽ ടെക്കിന്റെ GB എന്ന് പറഞ്ഞാൽ ബേസിക്സ് സാധനം എടുത്തിക്കണ്. അതുകൊണ്ടാണ് നമ്മളെ ഇന്റർനെറ്റ് കിട്ടിയത്. പിന്നെ ബാക്കിയുള്ളതൊക്കെ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതിങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇതില്. അതല്ലേ, അതാണ് ചാടി കളിക്കുന്നത്. ഇപ്പൊ SMS കൺട്രോളർ എടുത്തിട്ടില്ല. പിന്നെ പോർട്ടബിൾ ഡിവൈസ്, പിന്നെ പ്രിന്റർ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, പിന്നെ സോഫ്റ്റ്വെയറിന്റെ ഡിവൈസ്, പിന്നെ യൂണിവേഴ്സൽ സീരിയൽ ബസ് അഥവാ USB നമ്മൾ കൊടുത്ത എന്തെങ്കിലും ഹബ് ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ഡിവൈസ് ഉണ്ടെങ്കിൽ ഇതേമാതിരി എടുത്ത് കാണിക്കും. ഇവിടെ എടുക്കാത്തുണ്ടെങ്കിൽ എല്ലാ മാർക്കിൽ ഇതേമാതിരി ഇൻഡിക്കേഷൻ കാണിക്കും. എടുക്കാത്ത ഡിവൈസുകൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് നമ്മൾ നോക്കേണ്ടത്. വേറെ ഒന്നുമില്ല ഇതിമേ. ഇത് കംപ്ലീറ്റ് റെഡി. അത് ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ ഫുള്ള് അപ്ഡേറ്റ് ആവുന്നില്ല. ഓ, ഒന്നും ചെയ്യണ്ട. ഇനി വേണമെന്നുണ്ടെങ്കിൽ സെറ്റിംഗ്സിൽ പോയിട്ട് ഇവിടെ അപ്ഡേഷൻ കണ്ടില്ല, നമ്മൾ നേരത്തെ കണ്ടില്ല, ഇതില് ഡിവൈസ് ആൻഡ് അപ്ഡേറ്റ് സെക്യൂരിറ്റി വിൻഡോസ് അപ്ഡേറ്റ് ഇല്ല, ഇവിടെ അപ്ഡേറ്റ് ആയി തുടങ്ങിയിട്ടില്ലേ. ഓട്ടോമാറ്റിക് ആണ് നോക്കാള്. ഓൾറെഡി സ്റ്റാർട്ട് ആണ്. ആവാതിരിക്കുകയാണെങ്കിൽ മാനുവൽ കൊടുത്ത് ഓട്ടോമാറ്റിക് ആവും. ഓട്ടോമാറ്റിക് ആവുന്നുണ്ട് ഫുള്ള് സാധനങ്ങൾ. USB പോർട്ടിന്റെ കയ്യിലുണ്ടല്ലേ, കംപ്ലീറ്റ് സാധനം ഉണ്ടാവും. ഇതിൽ ഡിവൈസ് മാനേജർ പോയിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലേ, USB പോർട്ടുകൾ, USB എന്തൊക്കെ സാധനം എടുത്തു എന്നുള്ളതിന്റെ കാര്യങ്ങളൊക്കെ ഇതിൽ ഇൻസെർട്ട് ചെയ്താൽ വരും. ഞാൻ ഇപ്പൊ ഇത് കാര്യം ചെയ്യാണ്, ഇവിടെ ക്ലിക്ക് ചെയ്തു, ഇവിടുന്ന് ഡിസ്കൗണ്ട് ചെയ്യാൻ പോണ്. ഇവിടെ ഇപ്പൊ ഡിസ്കൗണ്ട് ആവും ഉണ്ടല്ലേ. മാസ്റ്റർ സ്റ്റോറേജ് ഇത് ഒഴിവാക്കി, ഇനി ഇതിൽ ഇൻസെർട്ട് ചെയ്ത് ഇവിടെ വരും ആള്. മാസ്റ്റർ സ്റ്റോറേജ് കണ്ടില്ലേ, USB മാസ്റ്റർ സ്റ്റോറേജ്. ഇതേമാതിരി നമ്മൾ എന്ത് പ്രിന്റർ സാധനങ്ങളൊക്കെ ഡിവൈസ് കണക്ട് ചെയ്താലും ഇതിൽ വരണം. ഇതിൽ വരും ചെയ്യും, ഈ യെല്ലോ മാർക്ക് വരും ചെയ്യും. അപ്പോൾ നമ്മൾ ആ ഡ്രൈവർ പ്രോപ്പർ ആയിട്ട് എടുത്തിട്ടില്ല എന്നുള്ള ഐഡിയ കിട്ടും. അതാണ് നമ്മൾ കറക്റ്റ് ആയിട്ട് നോക്കേണ്ടത്. ബാക്കിയുള്ളത് മാനുവൽ ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുക. മാനുവൽ ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യാന്നുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോ ഈ ലാപ്ടോപ്പിന്റെ മോഡൽ നമ്പർ നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലെ. ഇതിന്റെ മോഡൽ നമ്പർ നമുക്ക് അറിയണോണ്ട് നമുക്ക് എന്ത് ചെയ്യാ, ഗൂഗിളിൽ പോവാ. ഇവിടെ പോയിട്ട് എന്ത് ചെയ്യാ, മൈ കമ്പ്യൂട്ടർ ഓപ്പൺ ചെയ്യാ. ഇവിടുന്ന് ഗൂഗിളിൽ ടൈപ്പ് ചെയ്യാ, google.com. ഇന്റർനെറ്റ് നോക്കല്ലേ, ഇവിടെ എൻ്റർ അടിക്കുക. എവിടുന്ന വെച്ചാൽ മൈ കമ്പ്യൂട്ടറിനാ സി ഡ്രൈവിൽ നിന്ന് എവിടുന്ന വെച്ചാൽ സാധനം അടിക്കുക. അപ്പൊ ഇത് എന്ത് ചെയ്യാ, നമുക്ക് എന്താണ് ക്രോം അല്ലേ ഡൗൺലോഡ് ചെയ്യണ്ടേ. അപ്പോ ക്രോം എന്ത് ചെയ്യാ, ഡൗൺലോഡ് ചെയ്യാ. ക്രോം എന്ന് അടിച്ചാൽ തന്നെ സാധനം എന്ത് ചെയ്യും, ഇവിടെ വരും. അപ്പൊ ടുഡേ ഇന്നത്തെ സംഭവം ലേറ്റസ്റ്റിൽ എങ്ങനെ വെച്ചാൽ വിൻഡോസിന്റെ ക്രോം ഡൗൺലോഡ് ചെയ്യാം. ക്രോം ഡൗൺലോഡ് ചെയ്തിട്ട് ബാക്കിയുള്ള പണികൾ ചെയ്താൽ മതി. പിന്നെ അതേമാതിരി തന്നെ നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന ആളാരാണ്, വേറൊരു സോഫ്റ്റ്വെയറും ഉണ്ടല്ലോ നമ്മളെ, ആരാ, അതല്ല ക്രോം ബ്രേവ് ഡൗൺലോഡ് ചെയ്യാം. നീ സാധനം ഡൗൺലോഡ് ചെയ്യുക, ഇവിടുന്ന് ഡൗൺലോഡ് എൻ്റർ അടിക്കുക. അപ്പൊ നമുക്ക് വിൻഡോസ് ക്രോം ഡൗൺലോഡ് ചെയ്തു. ഈ ക്രോം ആണ് നമ്മൾ ഫസ്റ്റ് ഡൗൺലോഡ് ചെയ്യേണ്ടത്, സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യുന്നത്. പിന്നെ MS ഓഫീസും കാര്യങ്ങളൊക്കെ നമ്മളെത്തില്ലേ, അത് 1 by 1 ആയിട്ട് ഇതിൽ ഇൻസെർട്ട് ചെയ്ത് കൊടുക്കുക. ഇതിന്റെ ഒക്കെ ഫയലുകൾ നമുക്ക് എവിടുന്ന് കിട്ടും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എന്ത് ഫയൽ വേണമെന്നുണ്ടെങ്കിലും ഗെറ്റ് ഇൻ ടു PC പോവുക. ഗെറ്റ് ഇൻ ടു PC പോയിട്ട് എന്ത് ചെയ്യാ, ഇവിടുന്ന് നമുക്ക് വേണ്ട സാധനങ്ങൾ നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. ഇതിൽ പോവുക. ഇതിൽ പോയിട്ട് നമുക്ക് MS ഓഫീസ് ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ MS ഓഫീസ് 2016 ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇവിടെ ഗോറ്റ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സാധനം അവിടെ വരും. നിങ്ങൾ ചെയ്യേണ്ടത് എന്താ ചെയ്യേണ്ടത്, മറ്റേതാണ് ചെയ്യുന്നത്. ഇപ്പൊ 2016 വന്ന് ഇത് ഏതാണ് വേണ്ടതെന്നുള്ളതാണ് വേണ്ടത്. ഇത് നമുക്ക് ഇതേമാതിരി ഇവിടെ എഴുതി കാണിക്കും. നമുക്ക് വേണ്ട ഗെറ്റ് ഇൻ ടു PC ആണ് കേട്ടോ സോഫ്റ്റ്വെയർ ഇത് ചെയ്യേണ്ടത്. സ്ലോ അല്ലോ, ഇത് 2-3 പാടെ ഉണ്ടായിട്ടാണ് അറിയില്ല. ഇതേമാതിരി വരുന്നുണ്ടാവും. ഇതേമാതിരി എടുക്കും നമ്മള്. എക്സാമ്പിൾ പറയാം, അതായത് വേറെ സോഫ്റ്റ്വെയർ ആണ്. ഇവിടെ ക്ലിക്ക് ചെയ്ത് നമ്മള് ക്ലിക്ക് ചെയ്തിട്ട് ഇതിന്റെ താഴേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടില്ലേ, ഇത് ഡൗൺലോഡ് ഈ സെറ്റപ്പ് ഫയൽ ഡൗൺലോഡ് ചെയ്യുക. അതിന് താഴത്തിന് ഉണ്ടാവും നമുക്ക് ഇത്
എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ള മെത്തേഡും കൂടെ കൊടുത്തിട്ടുണ്ടോ? ഇവിടെ കൊടുത്തിട്ടില്ല. എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ള മെത്തേഡിലെ വീഡിയോസും ഉണ്ടാവും ഇതിൽ. ഇത് ഈ സെറ്റപ്പ് ഫയൽ ഉണ്ട്, ഇതിന്റെ ഫയല് പാസ്വേഡ് 1 2 3 ആണ്. ഇത് എങ്ങനെയാണ് ഇത് ഔട്ട് ടു ഇൻസ്റ്റാളേഷൻ വീഡിയോ ഉണ്ടാവും. ആ വീഡിയോ കൂടെ ഡൗൺലോഡ് ചെയ്ത് വെക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഈ സാധനം രണ്ടും ഡൗൺലോഡ് ചെയ്യുക. അപ്പൊ പിന്നെ സംഭവം സിമ്പിൾ ആണ് കാരണം ഉണ്ടാവുക. അപ്പൊ ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ പണികൾ പെട്ടെന്ന് ചുക്കാണ് കാരണം ഉണ്ടാവുക. ഒക്കെ ഈച്ച് വൺ സ്പീഡാണ് കാരണം ഉണ്ടാവുക. അപ്പൊ നമ്മളെ ഡിവൈസ് മാനേജർ പോയിട്ട് നമുക്കറിയാം ഇവിടെ കാര്യങ്ങളൊക്കെ ഡിവൈസിങ് ഒക്കെ ഓക്കെയാണ് കാരണം ഉണ്ടാവുക. ഇപ്പോ ഡിസ്പ്ലേ അഡാപ്റ്റർ ബേസിക്സ് തന്നെ കിടക്കുന്നത്, ഇതിന്റെ അഡാപ്റ്റർ സെറ്റ് ആയിട്ടില്ല. അപ്പൊ അത് കുറച്ച് ടൈം നമ്മൾ ഈ സാധനം കഴിയണല്ലേ, ഇത് ടൈം ആവാൻ കുറച്ച് ടൈം എടുക്കും. നമ്മളവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതാണ് ബുദ്ധി. അതല്ല എന്നുണ്ടെങ്കിൽ വെറുതെ നമ്മൾ എന്ത് ചെയ്യാ, ഇവിടെ ഇത് കൊടുത്തു കഴിഞ്ഞാല് അപ്ഡേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ, ഓൾറെഡി റണ്ണിങ് ആണിത്. ഇത് ചെറിയ ടൈം എടുക്കും. നമ്മളെ സിസ്റ്റത്തിന്റെ സ്പീഡ് പോലെ ഇരിക്കും, നെറ്റിന്റെ സ്പീഡ് പോലെ ഇരിക്കും കാര്യങ്ങൾ. ഇതിവിടെ ഇൻസ്റ്റലേഷൻ ഓക്കെയാണ്. ഇവിടെ ഡോണ്ട് സൈനിങ് കൊടുത്തിട്ടുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോവാം. അത് നമുക്ക് ഇനി ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സിമ്പിൾ ആയിട്ട് ഓരോന്ന് നമുക്ക് ഡൗൺലോഡ് ചെയ്യാനോ പിടിക്കാനോ എന്താ വെച്ചാൽ സംഭവങ്ങൾ ചെയ്യാം. ഇനിയിപ്പോ ലിനോവന്റെ ഡ്രൈവർ സൈറ്റ് പോകണം, ലിനോവ ഇതിന്റെ ഡ്രൈവർ ഇൻസ്റ്റാൾ ചെയ്യാൻ അതിനപ്പോ ഡൗൺലോഡ് ചെയ്ത്. ഇതിലെങ്ങനെ വെച്ചാൽ ലിനോവന്റെ മോഡൽ നമ്പർ എത്ര പറഞ്ഞു, ലിനോവ മോഡൽ നമ്പർ ഇതിന്റെ ഉണ്ടോ, നമ്പർ എന്തെങ്കിലും ഉണ്ടോ? സപ്പോർട്ട് ഡ്രൈവർ എന്ന് അടിച്ചിട്ടുണ്ടെങ്കിൽ ഡ്രൈവർ ആണ് ഇതിന്റെ നമ്മൾ സോഫ്റ്റ്വെയർ ചെയ്യണ ഓടിക്കണം. ഡ്രൈവർ ഡൗൺലോഡ് എന്ന് അടിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് സൈറ്റുകൾ കിട്ടും. ഡ്രൈവർ ആണ്ട് ഇത് സൽമാനാണ് ലാപ്പ്. G24 അല്ലേ, G24 1T ആണ് തോന്നുന്നു. സിസ്റ്റം നല്ല സ്ലോ ആണ് മാത്രം. അപ്പൊ നമുക്ക് ഈ ഒരു രീതിയിൽ ഇവിടുന്ന് നമുക്ക് ഇതിന്റെ മോഡൽ നമ്പർ അടിച്ച് ഡ്രൈവേഴ്സ് ആൻഡ് സപ്പോർട്ട് ഇവിടെ അടിച്ചു കൊടുക്കുന്ന സീരിയൽ നമ്പർ, ഇതിന്റെ മോഡൽ നമ്പർ എത്ര പറഞ്ഞേ, സീരിയൽ നമ്പർ ആണ് ഇവിടെ അടിക്കേണ്ടത്. ശരിക്കും സീരിയൽ നമ്പർ അടിച്ചിട്ടാണ് നമ്മൾ ഇവിടെ ബയോസ് ഒക്കെ ഡൗൺലോഡ് ചെയ്യുന്ന പറഞ്ഞില്ല, മെത്തേഡ് അറിയില്ല. ഈ ഒരു സെറ്റപ്പിൽ ഉണ്ടാല് ഇവിടെ നമ്മള് സീരിയൽ നമ്പർ അടിക്കുക. ഇപ്പൊ ഞാനിവിടുന്ന് എക്സാമ്പിൾ പറയാനുണ്ട്. അതിന് ഡ്രൈവർ സാധനം അടിച്ചു കൊടുത്തു, ഞാനിവിടെ മാനുവൽ ആയിട്ട് അടിച്ചു കൊടുത്തിട്ട് ഡ്രൈവർ സാധനം കാണുകയാണ്, കണ്ടില്ലേ. ഓഡിയോ ആണെങ്കിൽ ഓഡിയോ, ബയോസ് ആണെങ്കിൽ ബയോസ് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ഇവിടെ ബയോസ് കണ്ടില്ലേ, കണ്ടോ ബയോസ്. അപ്പൊ ഇതിൽ എങ്ങനെയാ വെച്ചാല് ഒപ്റ്റിക്കല് 44 MB ഈ ബയോസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. ഇതേ മാതിരി തന്നെയാണ് കാര്യം. ഡ്രൈവർ ആണെങ്കിൽ എന്ത് ഡ്രൈവറാണോ വേണ്ട ആ ഡ്രൈവർ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. പറഞ്ഞ എഴുതി കിട്ടോ. ഓക്കെ, ബയോസ് ആണെങ്കിൽ ബയോസ് ഇതിന്റെ സൈറ്റിൽ പോയിട്ടാണ് സംഭവം നമ്മൾ ചെയ്യുന്നത്. ഇപ്പൊ 4 MB ആണെങ്കിൽ 4 MB ബയോസ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. ഇനി ഇവിടുന്ന് ഇതിന്റെ ഓഡിയോ ആണെന്നുണ്ടെങ്കിൽ ഓഡിയോ, ബ്ലൂടൂത്ത്, ക്യാമറ അതൊക്കെ ഉണ്ട് ഇവിടെ. ഇവിടുന്ന് നമ്മൾ ചെയ്യുക, ഇവിടുന്ന് എടുക്കുക. ഇതിൽ MB കിടക്കുന്നത് PCI ഡ്രൈവർ ഇതാണ് കിടക്കുന്നത്. 4 MB രണ്ടും ഇവിടെ കിടക്കുന്നുണ്ട്. ഏതാച്ചാ ഒന്ന് ഇത് ഡീറ്റെയിൽ, ഇതാണ് ഡ്രൈവർ ഉണ്ടല്ലേ. ഇത് റീഡ്മി ഫയലാണ്, ഇത് ഡ്രൈവർ ഫയലാണ്. ഓക്കെ, അപ്പൊ അത് ഡൗൺലോഡ് ചെയ്യാം. അപ്പൊ അത് നമുക്ക് ഏതാണോ വേണ്ടത് അത് ഡൗൺലോഡ് ചെയ്തെടുക്കുക. ഇങ്ങനെ ചെയ്യണമെങ്കിൽ അത് മാനുവലാണ്. അപ്പൊ ലേറ്റസ്റ്റിനെ അപേക്ഷിച്ചിട്ട് ഓട്ടോമാറ്റിക് ഇടുന്നത് ബുദ്ധിയല്ല. ഡയറക്റ്റ് അവരുടെ സൈറ്റിൽ സീരിയൽ നമ്പർ, ഇവിടെ സീരിയൽ നമ്പർ അടിച്ചു കൊടുക്കുക. ഈ സീരിയൽ നമ്പർ അവരുടെ സൈറ്റിൽ കറക്റ്റ് അടിച്ചിട്ട് ഈച്ച് വൺ ഡ്രൈവർ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഡയറക്റ്റ് ഇൻസ്റ്റാൾ ചെയ്യാൻ നല്ലത്. അതല്ല എന്നുണ്ടെങ്കിൽ ലേറ്റസ്റ്റ് ടാസ്ക് ആണ്. ടാസ്ക് മീൻസ് ആണെങ്കിൽ നമ്മളിപ്പോ ടച്ച് ഒക്കെ ഇല്ലേ, ഡിസ്പ്ലേ ടച്ച്, അതേമാതിരിയുള്ള സ്ക്രീന് കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നമ്മൾ കൊളായി പോകും. അപ്പൊ നമ്മൾ പറഞ്ഞ മെത്തേഡ് എന്നാണെങ്കിൽ അപ്ഡേറ്റ് ചെയ്തൊരു ഓപ്ഷൻ ആണ്. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സൈറ്റിൽ ഡയറക്റ്റ് പോയിട്ട് ഡ്രൈവ് ചെയ്യുക. അതല്ല എന്നുണ്ടെങ്കിൽ ഇത് നേരെ അപ്ഡേഷൻ ചെയ്ത് തന്നെ കംപ്ലീറ്റ് സാധനം കുറച്ച് ടൈം എടുത്ത് കഴിഞ്ഞാൽ ഫുൾ ആവും. ഇതേമാതിരി ഫുള്ള് ഫ്രഷ് ആയി. പിന്നെ നമ്മൾ ചെയ്യുന്ന കംപ്ലീറ്റ് സോഫ്റ്റ്വെയറും തേർഡ് പാർട്ടി സോഫ്റ്റ്വെയർ ആണ്.
തേർഡ് പാർട്ടി MS ഓഫീസ് ആണെന്നുണ്ടെങ്കിലും MS ഓഫീസ് വെറുതാണ്, അല്ലാതെ ഫോട്ടോഷോപ്പ് കാര്യങ്ങളൊക്കെ അല്ലേ, അതൊക്കെ നമ്മൾ ഈ പറയുന്ന ഗെറ്റ് NTPC പോവുക, ഇവിടുന്ന് നമുക്ക് വേണ്ട ടൈം ടു ടൈമിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. പിന്നെ എന്താ വെച്ചാൽ ലിനക്സ് ആണ് അവരെ അതിന്റെ സ്പേസ് സെർവർ എടുക്കുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഒരു ബേസിക്സ് ഒരു സിസ്റ്റം നമുക്ക് ചെയ്യേണ്ടത്. പിന്നെ MS ഓഫീസ് ആ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ സാധനം ചെയ്തോളണം. ഇതിവിടെ നെറ്റ് ഇവിടെ അപ്ഡേഷന് കാര്യങ്ങൾ ഓരോന്ന് കെടുക്കുന്നുണ്ട്. ഇത് ഡ്രൈവർ എടുത്തു കഴിഞ്ഞാൽ, ഡിസ്പ്ലേ ഡ്രൈവർ എടുത്തു കഴിഞ്ഞാൽ അവിടെ എന്താ സംഭവിക്കാന്നുണ്ടെങ്കിൽ, ഇതിന്റെ ഇന്റൽ ആണെങ്കിൽ ഇന്റലിന്റെ മോഡൽ നമ്പർ, ഇതിപ്പോ ഗ്രാഫിക്സ് അല്ലേ A68 ആണ് ഇതിന്റെ മോഡൽ പറഞ്ഞത്. അപ്പൊ A6 ആണ് ഗ്രാഫിക്സ് ഇവിടെ എഴുതി കാണിക്കും. ഈ ഡ്രൈവറുകൾ കംപ്ലീറ്റ് ഇവിടെ എന്ത് ചെയ്യും, ഇതിനൊക്കെ പേര് SM കണ്ടുകൊടുക്കുക, മൊത്തം പോയിട്ട് അതിന്റെ ഡീറ്റെയിൽ അവിടെ ഉണ്ടാവും. ഇതാണ് ഡ്രൈവർ OG ഇതിന്റെ ഡ്രൈവർ ചെയ്യുന്ന മെത്തേഡ് എന്ന് പറഞ്ഞാൽ. പിന്നെ ഇത് കഴിഞ്ഞാൽ പിന്നെ ഇത് പാർട്ടിഷൻ ചെയ്യാൻ അറിയില്ല. ഇത് ഓപ്പൺ ചെയ്തു, നമ്മളിപ്പോ രണ്ടെണ്ണം, ഒന്ന് ഇതും പിന്നെ ഒന്ന് ഇതുമാണ് എടുക്കുന്നത് അല്ലേ. ഇത് പാർട്ടിഷൻ അല്ല, ഇത് ഫോർമാറ്റ് ചെയ്യാൻ ചോദിക്കുന്നുണ്ട്. ഇവിടുന്ന് ഫോർമാറ്റ് കൊടുക്കുക, സ്റ്റാർട്ട്. ഇത് നമുക്ക് എന്താ ചെയ്യാം, മാനേജിൽ പോകാണെന്നുണ്ടെങ്കിൽ ഇതിവിടെ ഇപ്പൊ സ്റ്റാർട്ടിങ് ഫോർമാറ്റ് കിടന്നോളും. മാനേജിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, സിസ്റ്റത്തിന്റെ മാനേജിൽ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ പാർട്ടിഷന്റെ ലെറ്റർ ചേഞ്ച് ചെയ്യുക, ഈ പാർട്ടിഷൻ ഇവിടെ ഹൈഡ് ആയി കിടക്കുക, അങ്ങനെ കുറെ മെത്തേഡുകൾ ചെയ്യാൻ പറ്റും. അതറിയാലോ അല്ലേ. ഇത് ഫോർമാറ്റ് അടിച്ചു. ഇതിപ്പോ ഈ ഡ്രൈവ് അല്ലേ, ഈ ഡ്രൈവ് നമ്മൾ ഇവിടുന്ന് കളയാ. എങ്ങനെ വെച്ചാൽ മാനേജിൽ പോയിട്ട് മാനേജിൽ പോയിട്ടുണ്ടെങ്കിൽ ഡിസ്ക് മാനേജ്മെന്റ്, ഈ ഡിസ്ക് മാനേജ്മെന്റ് ഈ ഡ്രൈവ് ഇവിടെ കേൾക്കാൻ പാടില്ല എന്ന് വിചാരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ, ഇവിടെ ഡിസ്ക് മാനേജ്മെന്റ് പോയിട്ട് അതിന്റെ ഐഡന്റിറ്റി ഉണ്ട്, ലെറ്റർ, ആ ലെറ്റർ എന്ത് ചെയ്യാം, നമുക്ക് റിമൂവ് ചെയ്യാം. അതേമാതിരി തന്നെ ഇതിന്റെ ഇതല്ല ഇപ്പോൾ ലെറ്റർ, ഇവിടെ ചേഞ്ച് ലെറ്റർ അടിക്കുക, റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ചേഞ്ച് ലെറ്റർ കണ്ടില്ലേ, ഡ്രൈവ് ലെറ്റർ, ഇവിടെ പോയിട്ട് എന്ത് ചെയ്യുക, ഇവിടെ റിമൂവ് ചെയ്യുക. അതോടെ കൂടിയിട്ട് എന്താവും, ഈ സാധനം ഇവിടെ ഹൈഡ് ആവും. ഇപ്പൊ ഇവിടെ ഹൈഡാണ്, കണ്ട ആള് കാണണ്ടോ, ഇല്ല. അപ്പൊ നമുക്ക് എന്താ ചെയ്യുക, ഇതേമാതിരി ഒരു പാർട്ടിഷൻ ഉണ്ടാക്കി നമ്മൾ പണ്ട് ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ സിസ്റ്റം ഈ കുട്ടികളെ അടിച്ച് മിനി സോഫ്റ്റ്വെയർ കേടെടുത്തും. നമ്മളിങ്ങനെ പെൻഡ്രൈവ് CD ആക്കി കൊണ്ടെടുക്കല്ലേ. അപ്പൊ നമ്മളതായിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ഒരു ഫോൾഡർ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ട് ഒരു 100 MB ക്രിയേറ്റ് ചെയ്തിട്ട് ഒരു 25 GB അല്ലെങ്കിൽ 30 GB ക്രിയേറ്റ് ചെയ്തിട്ട് അതിക്ക് നമ്മൾ ഈ കണ്ട സോഫ്റ്റ്വെയറുകൾ ഫുള്ള് ലോഡ് ചെയ്തിടും. എന്നിട്ട് എന്ത് ചെയ്തും, ഇതേമാതിരി ലെറ്റർ ഹൈഡ് ചെയ്തിടും. അപ്പൊ പിന്നെ ഇത് തെരഞ്ഞാൽ കിട്ടില്ല എന്തൊക്കെ ചെയ്തിട്ട് എന്തൊക്കെ കാട്ടണം എന്നുള്ളത്. നമ്മൾ പോകുമ്പോൾ ഇതിൽ കാണാൻ പറ്റും, ഇത് കസ്റ്റമർക്ക് അറിയില്ല, നമുക്കല്ല അറിയുള്ളൂ. ഇതിൽ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും. ഇവിടുന്ന് ചേഞ്ച് ചെയ്ത് ലെറ്റർ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ആഡ് ലെറ്റർ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഏതാ വേണ്ടിയിരുന്നെങ്കിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കിട്ടും. ഇമ്പോർട്ടുള്ള ഫയലുകളായി കിട്ടുകയാണെങ്കിൽ നമുക്ക് ആഡ് ചെയ്ത് ഇട്ട് കൊടുത്താൽ മതി. ഇപ്പൊ കസ്റ്റമർക്ക് തന്നെ ഈ ഡാറ്റ ഇവിടെ ആക്കിയിട്ട് തന്നെ പൈസ തരാത്താണെങ്കിൽ ഇത് ഹൈഡ് ചെയ്താണ് കസ്റ്റമർ ആകെ മാപ്പിട്ട് നോക്കും, എന്റെ സാധനം പൈസ തന്നെ, എന്റെ സാധനം എവിടെയെന്ന് വെച്ചു. അപ്പൊ ഈ പറഞ്ഞ പരിപാടി ചെയ്താല് സംഭവം സിമ്പിൾ ആണ് കാരണം ഉണ്ടാകുക. അപ്പൊ ഇത് ചെയ്യാനല്ലേ, സ്ക്രിങ്ക് ചെയ്യാനല്ലേ, സ്ക്രിങ്ക് ചെയ്യാന് ശൃംഖോളിയം നേരെ കൊടുക്കുക, ഇവിടെ കൊടുക്കുക, ശൃംഖോളിയം കൊടുക്കുക. ഇത് കൊടുത്തിട്ട് മാക്സിമം വേണമെങ്കിൽ ചെയ്യാം, അതല്ലെങ്കിൽ മിനിമം വേണമെങ്കിൽ ചെയ്യാം. സ്പേസ് കൊടുത്തിട്ട് സ്ട്രിംഗ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു പുതിയ ഒരു ഡ്രൈവും കൂടെ ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ നമുക്കിത് വേണ്ടാന്നുണ്ടെങ്കിൽ അത് നേരെ ഇത് ഡിലീറ്റ് അടിക്കുക, ഡിലീറ്റ് വോളിയം കൊടുക്കുക, ഡിലീറ്റ് കൊടുക്കുക. ഇത് ഒറ്റ പാർട്ടീഷനായി. പിന്നെ അതേമാതിരി തന്നെ ന്യൂ പാർട്ടീഷൻ ആക്കിയിട്ട് ഇവിടെ പാർട്ടീഷൻ ചെയ്ത് ഈ ഡ്രൈവ് ആണെങ്കിൽ ഈ ഡ്രൈവ് ഫുള്ള് ഫയല് നമ്മൾ ഇത്ര മാക്സിമം സ്പേസ് കൊടുത്തു, ഫോർമാറ്റ് ആയി. ഓക്കെ, ഡ്രൈവ് ഓക്കെ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മിനിമം നമുക്ക് കിട്ടേണ്ടതാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് നിങ്ങൾ വെരി ഇമ്പോർട്ടൻ്റ് ആണ്, ഈ ഡ്രൈവ് ഇൻസ്റ്റാളേഷൻ്റെ കാര്യങ്ങൾ. അതേമാതിരി തന്നെ ഇവിടെ ഈ ഡിവൈസിൽ എങ്ങനെ വെച്ചാൽ ഇത് വന്നിക്കണമെന്ന് നോക്കണം. എങ്ങനെ വെച്ചാൽ ഡ്രൈവർ ഈ ഡിസ്പ്ലേ അല്ലേ, ഡിസ്പ്ലേ എടുത്തിട്ടുണ്ടാവും നോക്കണം. ഡിസ്പ്ലേ എടുത്തിട്ടില്ലെങ്കിൽ എന്താ ഉണ്ടാവില്ല, ഇതേമാതിരി ഷേക്കിംഗ് ഉണ്ടാവില്ല. ഡിസ്പ്ലേ എടുത്തു കഴിഞ്ഞാൽ പക്കയാണ് കാരണം ഇതൊരു ഷേക്കിംഗ് കാണില്ല, ഈ ഒരു ഷേക്കിംഗ് ഉണ്ടാവില്ല. ഇത് നമുക്ക് ഈ ഒരു രൂപത്തിൽ നമുക്ക് ചെയ്ത് വിടാം. ഇതോട് കൂടി ഒരു ബേസിക് സെറ്റിംഗ് ഓക്കെയാണ്. ഇത്രയും കാര്യങ്ങൾ മിനിമം ആയിരിക്കണം. ആക്ടിവേഷൻ എന്താ പാട്, ആക്ടിവേഷൻ ആയോ? അപ്പൊ നോട്ട് ആക്ടിവേറ്റഡ് ആണ്. അപ്പൊ അത് ഫുള്ള് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാലാണ് പിന്നെ ആക്ടിവേഷൻ ആവാൻ ചാൻസ് ഉള്ളത്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഒരു ആവറേജ് രീതിയിലുള്ള ബേസിക്സ് സാധാരണ ലെവൽക്ക്
വോയിസ് ഇൻസ്റ്റാളേഷൻ ആയാലും ഇപ്പോൾ ലാപ്ടോപ്പിൻ്റെ സെറ്റപ്പ് ബയോ സെറ്റപ്പ് ആർട്സ്ക്ക് ചെറിയ രീതിയിലാണ് ഞാനത് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് സാധാരണഗതിയിൽ മനസ്സിലാക്കിയിരുന്നത്. അപ്പോൾ ആർക്കെങ്കിലൊക്കെ ആയിട്ട് ഉപകാരപ്പെടുന്ന ഉണ്ട് എന്നുണ്ടെങ്കിൽ പഠിക്കുന്ന പിള്ളേർക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. അവരും ഇതിൽ നമ്മൾ ഹാർഡ്വെയർ ഫീൽഡിലേക്ക് വന്നിട്ട് വളർന്നിട്ട് അവർ സെറ്റപ്പായിട്ട് നിൽക്കട്ടെ. ഓക്കെ, അപ്പോൾ ക്ലാസ് ഈ വിൻഡോസിൻ്റെ ഈ പാർട്ട് തൽക്കാലം നിർത്തുകയാണ്. ഒരു ഓൾമോസ്റ്റ് സാധനം സോഫ്റ്റ്വെയർ എങ്ങനെ എടുക്കണം എന്തെല്ലാം ഒരു ആവറേജ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.